എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഈ ചാനലിലൂടെ നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്കുകൾ സജഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ സജഷൻ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ 90% ടാർഗറ്റ് അച്ചീവ് ചെയ്യാറുണ്ട്. മാർക്കറ്റിൻ്റെ സ്വാഭാവികത പോലെ തന്നെ ചിലപ്പോഴൊക്കെ ഒരെണ്ണമൊക്കെ എസ് ഹിറ്റ് ആവാറും ചിലപ്പോഴൊക്കെ എൻട്രി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നത് വളരെ അപൂർവം സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ കൊടുത്ത 4 സ്റ്റോക്കുകളിൽ ആദ്യം അതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് IGL ആയിരുന്നു. 556.50 നമ്മൾ IGL എടുക്കാൻ പറഞ്ഞത്. സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 555 അതിനുശേഷം 559.40 വരെ പോയി. നമുക്ക് 556.50 എൻട്രി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം 559 562 ടാർഗറ്റ്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 559.50 വരെ പോയതുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് 559 ഹിറ്റായിട്ടുണ്ട്. നമുക്കതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് JK ലക്ഷ്മിയാണ്. JK ലക്ഷ്മിയിൽ 905 അതിലും ബൈ എൻട്രിയാണ് പറഞ്ഞിരുന്നത്. 905 എന്ന സ്റ്റോക്ക് 905 വന്നിട്ടില്ല. ഓപ്പൺ ചെയ്തത് 900 പിന്നെ 903 വരെ പോയി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് വരികയായിരുന്നു. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, അടുത്തത് കോൾ ഇന്ത്യ 523 ഓപ്പൺ ചെയ്ത് പിന്നീട് താഴേക്ക് 510 വരികയാണ് ചെയ്തത്. പിന്നീട് അവിടെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് 516 എൻട്രി ലഭിച്ചിട്ടുണ്ട്. 516 എൻട്രി ലഭിച്ചു. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 520 സെക്കൻഡ് ടാർഗറ്റ് 522 നമുക്ക് 2 ടാർഗറ്റും ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലും ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് പിരാമൽ എൻ്റർപ്രൈസസ് ആണ്. സെൽ എൻട്രിയും ബൈ എൻട്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1028 ഒരു ബൈ എൻട്രി. നമുക്ക് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 1028 തന്നെ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തു. അതിനുശേഷം താഴേക്ക് വരികയാണ് ചെയ്തത്. 1020 വരെ വന്നു. പിന്നീട് അവിടുന്ന് വീണ്ടും മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വീണ്ടും 1028 എൻട്രി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 1034 1038 സ്റ്റോക്ക് ഇന്നലെ 1044 വരെ 1043.75 വരെ 1044 വരെ പോയതുകൊണ്ട് നമുക്കതിൽ 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേസമയം 1015 സെൽ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സെൽ ചെയ്യാനുള്ള അവസരം അതിൽ ലഭിച്ചിട്ടില്ല. 4 സ്റ്റോക്കുകളിൽ 3 നമുക്ക് ഇന്നലെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് JSW എനർജിയാണ്. ഈ ഒരു ട്രെൻഡ് ലൈന് ക്രോസ് ചെയ്യാൻ വേണ്ടി പലതവണ സ്റ്റോക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്ത് താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിന്ന് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 727 സ്പോട്ട് റേറ്റ് മാർക്കറ്റ്. 731 നമുക്ക് എൻട്രി എടുത്ത് പോകാം. 731 എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലോവിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 726 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതേപോലെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു സ്വിങ്ങിൽ വയ്ക്കാവുന്നതാണ്. 739 സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 742 വയ്ക്കാം. 731 എൻട്രി, 725 സ്റ്റോപ്പ് ലോസ്, 726 സ്റ്റോപ്പ് ലോസ്, 739 742 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. അടുത്തത് ജൂബിലി ഫാമയാണ്. 775 സ്പോട്ട് റേറ്റ്. നമുക്ക് ഇന്നലത്തെ ഹൈയായ 780 ബ്രേക്ക് ചെയ്താൽ 781 എൻട്രി എടുത്ത് പോകാം. 781 എൻട്രി എടുത്താൽ
നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ സ്വിങ്ങിൽ കൊണ്ടുവന്ന് വയ്ക്കാം. 773 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 773 സ്റ്റോപ്പ് ലോസ്. അതേപോലെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് 789.50, സെക്കൻഡ് ടാർഗറ്റ് 795 എന്നിങ്ങനെ ടാർഗറ്റുകൾ കീപ്പ് ചെയ്യാവുന്നതാണ്. 781 ജൂബിലി ഫാമ എൻട്രി, ബൈ എൻട്രി. 773 സ്റ്റോപ്പ് ലോസ്. 789, 795 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് BEL, ബെൽ ഭാരത് ഇലക്ട്രിക്കൽസ്. നല്ല ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു നല്ല അപ് ട്രെൻഡ് കൊടുത്ത് പിന്നീട് ചെറുതായിട്ട് താഴെ വന്ന് വീണ്ടും മുകളിലേക്ക് പോയി, പിന്നെയും താഴെ വന്ന് വീണ്ടും അങ്ങനെ. ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരു സ്വിങ് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബെല്ല് കൂടുതലായും താഴെ വന്നിട്ടില്ല. സ്പോട്ട് റേറ്റ് 316.30 നമുക്ക് നാളെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 317 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 317.50 ഒരു എൻട്രി എടുക്കുക. ബൈ എൻട്രി 315 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 2.5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. 320 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 323 വയ്ക്കാം. തേർഡ് ടാർഗറ്റ് നമുക്ക് 325 വയ്ക്കാം. 317.50 ബൈ എൻട്രി. ബെല്ല് 315 നമുക്ക് സ്റ്റോപ്പ് ലോസ്. 320, 323, 325 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു ചെറിയ ഡൗണിന് ശേഷം ഒരു കൺസോൾട്ടേഷനിലാണുള്ളത്. ഇന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി പൊതുവേ ഒരു ഡൗൺ മോഡിലാണുള്ളത്. അതുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. 1428 സ്പോട്ട് റേറ്റ്. നമുക്ക് ഇന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഇവിടെ 1230, 1231 എടുത്താൽ മതി. 1231 സ്റ്റോപ്പ് ലോസ് നമുക്ക് 1431 എടുത്താൽ മതി. 1431 ബൈ എൻട്രി ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ ലോവിൽ കൊണ്ടുവന്ന് വയ്ക്കാം. 1420. ഓക്കെ, 1420 വയ്ക്കാം സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഈ ഒരു ഹൈയിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 1440 വയ്ക്കാം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് സ്റ്റോക്ക് അപ് ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് മുകളിൽ പോകും. നമുക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 1445 അല്ലെങ്കിൽ 1446 സെക്കൻഡ് ടാർഗറ്റ്. അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ. ഓക്കെ, പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ വെറും സജഷൻ, സ്റ്റോക്ക് സജഷൻ മാത്രമാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ചാർട്ടിനെ കുറിച്ചും ടെക്നിക്കൽ അനലൈസിനെ കുറിച്ചും ഫണ്ടമെൻ്റൽ അനലൈസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ഷോർട്ട് ടൈമും ലോങ് ടൈമും അതേപോലെ ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചെറുതായിട്ടെങ്കിലും ഒരു ബേസിക് നോളജെങ്കിലും കരസ്ഥമാക്കിയിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നല്ല ലോസുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.